സ്ത്രീകളുടെ ഇടയിൽ റമദാൻ മാസത്തിലും കൂടി ഇങ്ങനെ പാടി ബർക്കത്തെടുക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, കൊറത്തിപ്പാട്ട്. ഇവിടെ കണ്ടത് നമ്മുടെ CH മുഹമ്മദ് സദസ്സെന്നാ വല്ലാതെ അച്ചടിച്ചു വിട്ടിരുന്നത്. കൊറത്തിപ്പാട്ട്, പക്ഷിപ്പാട്ട്, കുപ്പിപിടി വട്ടപാട്ട്. ഏത് കിതാബിലാ കൊറത്തിപ്പാട്ടിനെ പറ്റി ഒരു ഹദീസിൽ അതൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? എന്താണ് ഈ പാട്ടിൽ പറയുന്നത്? നിങ്ങൾ ചിന്തിച്ചോ? ഈ പാട്ട് തനി തെച്ചത്തരമായ പാട്ടാ. മുസ്ലിം സമുദായത്തിലെ വീട്ടിൽ പെണ്ണുങ്ങൾ നമ്മുടെ ഉമ്മമാരൊക്കെ ഇരുന്ന് പാടിയിരുന്നതാ. അത് വലിയ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് പാട്ടാ? ചിച്ചിലങ്ങും ചിലച്ചിലങ്ങും കാൽപ്പടത്തിൻ്റോശ ഓശ കേട്ടി മാമലിയാർ പിന്തിരിഞ്ഞ് നോക്കി നോക്കും നേരം കുറത്തി തന്റെ വരവലിയാർ കണ്ടേ. ഈ 4 വരി തന്നെ എത്ര ഹറാമുണ്ട് നോക്കിക്കോ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ ബി 10 പെറ്റാൽ 1 പെറ്റാമേനി. ഒന്നാമത്തെ ഹറാമ് ചിച്ചിലങ്ങും ചിൽച്ചിലങ്ങും കാൽപ്പടത്തിന്റെ വശ. ചിൽ ചിൽ എന്ന പാദസരം അണിഞ്ഞുകൊണ്ട് പെണ്ണ് ധരിക്കൽ അത് ഹറാം. ഒന്നാമത്തെ ഹറാമ്. പാദസരത്തിന് ചലമ്പിട്ടിട്ട് നമ്മുടെ രാജ്യത്ത് ഈ തറയും പറയൊക്കെ കളിക്കുന്ന പോലെ ഭൂതം നടക്കുന്ന പോലെ പെണ്ണുങ്ങൾ നടത്തരുത്, ഹറാമാണത്. അതുകൊണ്ട് പാദസരം വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ അതിന്റെ ആ ചിലമ്പ് കൊണ്ട് അഴിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തോ? ഈ പാട്ടുകാരൻ പറയുന്നത് ചിച്ചിലങ്ങും ചിലച്ചിലങ്ങും കാൽപ്പടത്തിന്റെ വശ. ചിൽ ചിൽ എന്ന പാദസരട്ടിട്ട് ഒരു ശബ്ദം കേട്ടപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പിന്തിരിഞ്ഞു നോക്കിയതാ. അപ്പൊ ഇയാൾ പറയുന്നത്, നോക്കുന്നേരം കുറത്തി തന്റെ വരവലിയാർക്കണ്ടേ. നോക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു നോക്കുമ്പോ ഒരു കുറത്തിന്റെ ഒരു തട്ടമ്മനും പിടിച്ചിട്ട് ഇങ്ങനെ പേരുന്നു. അലി റളിയല്ലാഹു നല്ലോണം നോക്കി, കുറത്തിയല്ലേ ഇയാൾ പറയാന്. എന്നിട്ട് പറയുന്നത് എന്താ? അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് കുറത്തി വന്നിട്ട് അലിയുടെ കൈ പിടിച്ച് കൈയൊക്കി കൊടുക്ക. എന്നിട്ട് കുറത്തി വായിക്കണ വായനെ, ഫാത്തിമ ബി 10 പെറ്റാൽ 1 പെറ്റാമേനി. അത് കുറത്തി പറഞ്ഞില്ലേ നമുക്ക് തിരിയില്ലേ കൂട്ടരെ? ഇത് പറയാനാണോ കുറത്തി നടക്കിയിരിക്കുന്നത്? ഇവിടെ എത്ര ഹറാമുണ്ട് ചെറുപ്പക്കാരെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഈ പാട്ടൊക്കെ കൊണ്ടുപോയി കത്തിച്ചു കളയേണ്ട കാലതിക്രമിച്ചു പോയി. ഏതോ വിഡ്ഢികളായ ആളുകൾ ഇസ്ലാമിൽ കയറ്റിക്കൂട്ടിയ കെട്ടുകഥകളാണ്, വെട്ടുകഥകളാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കൂലാതെ ഹറാമാൻ. രണ്ടാമത്തെ ഹറാമ് ചിൽച്ചിലെന്ന പാദസരട്ടിട്ടാണ് ആ പെണ്ണ് വരുന്നത്. മൂന്നാമത്തെ ഹറാമ് കുറത്തിയാണ് വരുന്നത്. നാലാമത്തെ ഹറാമ് അലി റളിയല്ലാഹു അൻഹു കുറത്തിനെ കൊണ്ട് കയ്യോപ്പിക്കലാണ്. അഞ്ചാമത്തെ ഹറാമ് ഇപ്പാട്ടുകാരൻ പറയുന്ന കുറത്തി ആരാണെന്നോ? മലക്കുൽ മുഖറബായ മലക്ക് ജിബ്രീൽ. ജിബ്രീൽ കുറത്തിന്റെ കോലത്തിൽ വരുന്നതല്ല. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അല്ലാഹുവിന്റെ മലായിക്കത്തീങ്ങൾ ഹറാമായ കോലത്തിൽ വരുന്നതല്ല, വെറുക്കപ്പെട്ട കോലത്തിലും അവർ ഭൂമിയിലേക്ക് വരുന്നതല്ല. ജിബ്രീൽ കഥാ നായന്റെ കോലത്തിൽ വരൂലടോ. മലായിക്കത്ത് പന്നിന്റെ കോലത്തിൽ വരൂല. മലായിക്കത്ത് പട്ടിന്റെ കോലത്തിൽ വരൂല. അതുകൊണ്ട് കുറത്തിന്റെ കോലത്തിൽ വന്നത് മലക്കല്ല, ശൈത്താനാവാം. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ശൈത്താൻ വരുന്നതല്ല. എത്രയോ തെളിവുണ്ട്. ഇങ്ങനെ ദീനിൽ അടിസ്ഥാനമില്ലാത്ത കുറെ പാട്ടുകൾ നമ്മുടെ ഈമാൻ ഫസാദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം പാട്ടുകൾക്കെതിരെയും നാം സന്ധിയില്ല, സമരം നടത്തണം. സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ടടിച്ച് വിതരണം ചെയ്തിരിക്കുന്നത്. തിരുവങ്ങാടിയിൽ നിന്നാണ് അടിച്ചിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്തേക്കുന്നത്. കുറത്തിപ്പാട്ട്. എന്തൊക്കെ തമാടിത്തരം നമ്മുടെ പേരിൽ നടക്കുന്നു. ദീനി ഇതിനൊക്കെതിരാണ് സഹോദരന്മാരെ. അതുകൊണ്ട് 21ാം നൂറ്റാണ്ടിലേക്ക് ലോകം പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് നാ നിങ്ങളോട് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കണ്ടോ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു 100 ഷഹീദ്. ഖാല റസൂലുള്ളാഹി. ലോകം ഫസാദാകുന്ന സമയത്ത് എന്റെ സുന്നത്ത് ഹയാത്താക്കുകയും അതിനെ നിലനിർത്തുകയുമാണ് നിങ്ങളുടെ ബാധ്യതയുള്ളത്.